ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കുഴി വറ്റിച്ച് മീൻ പിടിക്കാൻ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി എവിടെയാണ് ഈ കുഴി, അതുപോലെ നമ്മളിത് എങ്ങനെ ഇതിൻ്റെ വറ്റിക്കണ കാര്യങ്ങൾ, എപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്യൂർക്ക് പറയുന്നതായിരിക്കും. അങ്ങനെയാണ് ഉള്ളത്. നമ്മളെ പരിപാടി കല്ലിൻ്റെ ഫീൽഡാണ്. അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങളൊരു മീൻ കുറ്റി പിടിച്ചാൽ വന്നതാണ്. അത് പിടിച്ച് വാർക്കുകയാണ്. ചാവക്കാടാണ്. വേറെ കാര്യമായിട്ട് ഞങ്ങൾ പരിപാടി കല്ലും ഫീൽഡാണ്. അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മീൻ പറ്റിച്ച് ഇങ്ങനെ കുളമെടുക്കുക, ചെറിയ ചെറിയ കായനെ കുളമെടുത്തിട്ട് പറ്റിച്ച് മീൻ പിടിക്കുക. അത് എല്ലാവരും കൂടി രസമായിട്ട് ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂടി അതിൻ്റെ മീൻ ഓരി വെച്ച് എല്ലാവരും കൂടി രസമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്നുക, കഴിക്കുക. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വൈബ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളാ ഒരു കുഴി. അപ്പോൾ ഏകദേശം ഈ ഒരു കുഴിയിലുള്ള വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം വെച്ച് വെള്ളം അടിച്ച് വാർത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ മീൻപിടുത്തം ഓൾറെഡി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമായി മീൻപിടുത്തം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഓരോരുത്തർ ഇതാ തപ്പിക്കൊണ്ട് നിൽക്കുന്ന, വെള്ളത്തിൽ ഇതാ ഇറങ്ങി തപ്പുന്നൊക്കെ ഉണ്ട്. അതുപോലെ കോരിവല ഉപയോഗിച്ച് കോരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുഴിയുടെ മുകൾ വശം വരെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം അടിച്ച് വാർത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ വെള്ളം അടിച്ച് വാർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് വെള്ളം അടിച്ച് വാർത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മൊത്തം കംപ്ലീറ്റ് വെള്ളം ഇപ്പോൾ കെട്ടി നിൽക്കുകയാണ്. അതുപോലെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിലുള്ള വെള്ളം വറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4x4 വലിയൊരു എൻജിനാണ്. വെള്ളം ചെളിയൊക്കെ നല്ല രീതിയിൽ കയറി പോകുന്ന ഒരു എൻജിനാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു എൻജിനിൽ ഇപ്പോൾ നമ്മളെ സക്കീർ ഭായ് ഡീസലൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുഴിയൊക്കെ വറ്റിച്ച് പിടിക്കുന്ന സമയത്ത് അവസാനമായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യേണ്ടി വരും, ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ഇവിടെ ഈ ഒരു എൻജിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ മീൻ തപ്പിക്കൊണ്ടും അതുപോലെ കോരിയിട്ടൊക്കെ ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് നമുക്കിവിടെ ഒരു മീൻ ബോക്സിൽ കുറച്ച് മീൻ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മീൻ ഇതിന് മുമ്പ് ഇവർ കൊണ്ടുപോയി എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു കുറച്ച് കരിമീൻ, അതുപോലെ സിലോപ്പി, അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഈ ഒരു മീൻ ബോക്സിൽ കാണുന്നത്. ഇതെന്താണ്, കരിമീനാ ഗൈസ്? അപ്പോൾ കുഴി വറ്റിച്ച് പിടിക്കുമ്പോൾ അത് കരിമീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയ മീനുകളൊക്കെ ഇത് അടുത്തൊരു കരിമീൻ, ഇത് അടുത്തൊരു കരിമീൻ, ചക്കപ്പോ സിലോപ്പിയോ? ആ. അപ്പോൾ അത് ഈ ഒരു കുഴിയുടെ പല ഭാഗത്തായിട്ട് ഇതാ കോരിയിട്ടും അതുപോലെ ഇതാ കമറുബായിയൊക്കെ ഇറങ്ങി ഇതാ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പല പല ഭാഗത്തായിട്ട് ഇതാ തപ്പിക്കൊണ്ടേ നിൽക്കുകയാണ്. ചില മീനുകളൊക്കെ ഇതാ കരിമീൻ, സിലോപ്പി, അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതാ കിട്ടുന്നുണ്ട്. അതുപോലെ കണ്ണന് പൊരിക്കൊക്കെ ചേറ്റിനടിയിലാവും. കുറേയൊക്കെ അവർക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ. അതൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കരിയെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു കരി, നമ്മളെ കടു എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ കോരിവല ഉപയോഗിച്ച് 2 തല പിടിച്ചത് കോരുന്നുണ്ട്. അപ്പോൾ ഇതാ കിട്ടിയ മീനുകളൊക്കെ ഒരു മീൻ ബോക്സിൽ ഇതുപോലെ കൊടുന്ന് ഇടുന്നുണ്ട്. നമ്മളെ 2 സുഹൃത്തുക്കൾ ഇതാ മീൻ നിറച്ചൊരു ബോക്സ് വെള്ളത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. പൈസ ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, വെള്ളവും മീനും ഒക്കെ ആയിട്ട്. കടുപിടുത്തക്കാരല്ല. ഇതെന്ത് മീനാന്ന്? മറ്റേ വാഴത്തിന് ഇത് മാത്രത്താണ് ആ കൈ. നല്ല കരിമീന്. പിന്നെ വളർത്തിട്ടോ, നല്ല വളർത്തി. എല്ലാം ഈ പറഞ്ഞൊന്നും കണ്ണതേ കിട്ടിയിട്ടുള്ളൂ. നല്ല കണ്ണതിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടല്ലേ. പിന്നെ മണ്ണിട്ടാ
ചക്കപ്പൊണ്ണം പറയുമ്പോൾ കരിമീനാ അല്ല സിലോ ആ സിലോപ്പിക്കാണ് ഈ ചക്കപ്പൊണ്ണം എന്ന് പറയുന്നത് വേറെ അല്ലേ ആ നാടൻ കരിമീൻ. ഗൈസ് അപ്പം മറ്റുള്ളവരോ അതാ അവിടെ കുഴിയിൽ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഉള്ള കമറുബ ഇതാ ചേറ്റിൽ കിടന്ന് നീന്താണ് മീനെ തപ്പിയിട്ട്. ഒരു കണ്ണൻ ജസ്റ്റ് ഒരു കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന മീനുകളൊക്കെ ഇതുപോലെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവരൊരു വലിയൊരു ടീമായിട്ട് തന്നെയാണ് മീൻപിടുത്തത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇവരെ ടീമിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. കുറച്ച് പേരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതുപോലെ കുറച്ച് പേര് ഇതിന് മുമ്പ് ഇറങ്ങിയിരുന്നു. അവരൊക്കെ പോയി മറ്റ് കുറച്ച് ടീമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വെള്ളം വാരാനുണ്ട്. അപ്പോൾ ഫുട് വാൾവൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫുട് വാൾവിൻ്റെ അടിയിലോ കച്ചറ കയറും. അപ്പോൾ അത് ഒഴിവാക്കുക. അതിനുശേഷം വീണ്ടും മെഷീൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. വെള്ളത്തിൽ തട്ടിയപ്പോ ഗൈസ് അപ്പോൾ ഇപ്പോൾ മുകളിലോട്ട് കൊടുന്ന് വന്നിട്ടുള്ള ഒരു ബോക്സിലുള്ള മീനുകൾ, കരിമീൻ, അതുപോലെ വായത്തൻ, മറ്റ് സിലോപ്പി, അതുപോലെ പരല്, പൊടിമീൻ, അങ്ങനെയുള്ള എല്ലാ മീനുകളും ഇപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഐസിലിട്ട് വെക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. കാരണം മീൻ ഒരുപാട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐസൊക്കെ റെഡിയാക്കി ഇവരിത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മീനൊക്കെ നല്ല വൃത്തിയാക്കി അത് സെപ്പറേറ്റ് ഒരു ബോക്സിലോട്ട് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ അത് ഐസിലിട്ട് വെക്കുകയാണ്. അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളൂ അതാണ് കണ്ടത്. കയ്യിന്റെ അളവ് ഇതത്ര എന്റെ കയ്യിന്റെ തന്നെ. അതെ പൊരിക്കിട്ട്
അതെ അത് മീനല്ല, അത് ചാടണം. അത് വലിയ എണ്ണ ചക്കപ്പൊണ്ണല്ലേ? ഗൈസ്, അപ്പോൾ ഒരുപാട് നേരത്തെ ഒരു മീൻ പിടുത്തത്തിന് ശേഷം നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇതാ മീൻ പിടിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കുഴിയിലോട്ട്. അപ്പോൾ ഒരുവിധം മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഇനി ലാസ്റ്റ് ഉള്ളത് കൂടുതലും ചേറിലുള്ള മീനുകളാവും, അതായത് കണ്ണന്, അതുപോലെ പൊരിക്ക് അല്ലെങ്കിൽ അനാബസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ്, കടു അങ്ങനെയുള്ള മീനുകളൊക്കെ ഇനി ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ പിടിക്കാനായിട്ട് ഇതാ ഓരോരുത്തർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇതാ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ടീമിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇല്ലല്ല, അതല്ല വലിയ കണ്ണവരുണ്ട്. കയറിയില്ല. നമ്മളൊരു സുഹൃത്തിൻ്റെ കയ്യിന് കടു കുത്തിയതാണിത്. കടുവിൻ്റെ ഒരു കുത്ത് കിട്ടിയ സുഹൃത്തിന്. കടുവാണെന്ന് തോന്നുന്നു. അല്ല വലർക്ക് ആ വഴി കരവരാൾ വരും. മീനെ ഒരാൾ മേത്തിറങ്ങാൻ നീ മറ്റാൾ മേടിച്ചു വരി ഇന്നത്തെ കണ്ണനാണ് പേരാറോ നമുക്കില്ല.
ഇപ്പോഴേ ഇളകിയിട്ടുള്ളൂ കേട്ടോ, എല്ലാവരും തപ്പൽ തുടങ്ങിയപ്പോൾ. അതെ, ഇനിയുള്ള കണ്ണന് അങ്ങനെയുള്ളതേ ഉള്ളൂ, മറ്റൊക്കെ പോകും നിൽക്കണം. അതാണ് മുതൽ, അതാണ് മുതൽ. പക്ഷെ കഴിഞ്ഞില്ല ചേട്ടാ, നമുക്ക് ഒന്ന് നോക്കട്ടെ. അടിപൊളി നല്ല സൈസുള്ളൊരു കണ്ണ കയറിയിട്ടുണ്ട്. കൊട്ടത്തിന് കാര്യേ ഒരു വേറൊരു മീൻ വേണ്ട. എങ്ങനെ കിട്ടികളൊക്കെ ഇന്ത്യയിലാകെ ഒറ്റ പീസ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് അവസാനമായിട്ട് ഞങ്ങൾ പിടിച്ച് ഇനി ഇങ്ങനത്തെ കണ്ണം കിട്ടാനില്ല. മാറ്റാതെ പെട്ടി കണ്ടാൽ മതിയല്ലോ, നീ പെർഫെക്റ്റ് കാണേ. ഇതൊക്കെ ഇത് ഇതിൽ ഐസ് ഉണ്ട്. അടിയിൽ ആ, ഇത് അടിയിൽ ഐസ് ഉള്ളതാണ്. ഇരുന്നൂറൊക്കെ ഉണ്ടാവും, ഒന്നേ ഇരുന്നുണ്ടാവും. ഗൈസ്, അപ്പോൾ ഏകദേശം മീൻപിടുത്തം പരിപാടികളൊക്കെ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള മീനുകൾ, അപ്പോൾ ഇപ്പോഴും താഴെ അവിടെ കുഴിയിൽ നമ്മളെ സുഹൃത്തുക്കൾ മീൻ തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള കണ്ണന്, അതുപോലെ പൊരിക്കുക, അതായത് വരാല്, അനാബസ്, പൊരിക്കുക, അങ്ങനെയുള്ള മീനുകളൊക്കെ വേർതിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലയിലുള്ളതാണ് വലയിലോട്ട് മാറ്റിയിടുകയാണ് കണ്ണനെ. അപ്പോൾ അതിൽ മിക്സായിട്ടാണ്. അതുപോലെ പൊരിക്ക് വേറൊരു ബോക്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം പിടിച്ചിട്ടുള്ള മീനുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രത്തോളം മീനുകളാണ്. ഇതിന് മുമ്പ് അവർ മീൻ പിടിച്ച് കുറച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞ്, അപ്പോൾ ആ ഒരു മീൻ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും മീനുകളാണ് നമ്മളവിടെ പോയതിന് ശേഷം അവർക്ക് കിട്ടിയതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു മീൻപിടുത്തത്തിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഗൈസ്, അപ്പോൾ ഈ ഒരു കുഴി എടുത്തത് നമ്മളതാ അൽബുവാക്കി ടീമുമാണ്. അതാ അങ്ങനെ കുറച്ച് അൽബുവാക്കാൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ടാണിത് എടുത്തത്. അപ്പോൾ അവർ വെട്ടിച്ചറുള്ളതാണ്. അപ്പോൾ ഇതാ അൽബുവാക്കാനോട് നമുക്ക് ചോദിക്കാതെ എത്ര അൽബുവാക്ക ഈ ഒരു കുഴി ഇപ്പോൾ എത്ര രൂപക്ക് എടുത്തത്? ഞങ്ങളിപ്പോൾ ഇത് സത്യത്തിൽ ഇന്നലെ മുതൽ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഇന്നലെ 10,000 രൂപയ്ക്ക് എടുത്തതായിരുന്നു. ആ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-25 കിലോ കണ്ണം കിട്ടി. പിന്നെ വേറെ കരിമീൻ ഒരു 10 കിലോ കരിമീന്, കുറച്ച് പരലുകളും ഉണ്ട്. പരല് പിന്നെ കടുക് പൊരിക്ക അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 10 രൂപ നമുക്ക് ചെലവ് വരും അല്ലേ? മിഷീനും പെട്രോൾ ഡീസലും ഫുഡും. ഞങ്ങളെ ഈ അധ്വാനം, സഹോദരന്മാരെ അധ്വാനം കൂടാത്ത ചെലവാട്ടത്. 2 കിൻഡലോളം മീന് മൊത്തത്തിൽ ഏത് ചെറുതും വലുതൊക്കെ ഇവിടെ കൂട്ടുകയാണെങ്കിൽ ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോ നമ്മൾ ഇത് കഴിഞ്ഞു. ഇത് നമ്മൾ പ്രതീക്ഷ അത്ര മീൻ നമുക്ക് ഇതിന് കിട്ടിയില്ല. എന്താ വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ച മീൻ ഇതിന് കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് കണ്ണന്മാരൊക്കെ കുറച്ച് കുറവായിരുന്നു. നമ്മള് വരാല് കണ്ണെന്ന് പറഞ്ഞാല് പുറത്ത് വരാലെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നത്. അത് ഈ അവിടുന്ന് ഉപ്പുവെള്ളം കയറിയത് കൊണ്ട് അതിന്റെ ലഭ്യത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സ്ഥിരം പിടിക്കണ പിന്നെ കുളങ്ങളുണ്ട്. ഇത് നമ്മളെ ചങ്ങരകുളം പയഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ 2-3 കുളങ്ങൾ നമ്മൾ സ്ഥിരം പിടിക്കലുണ്ട്. അതിപ്പോ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ടാർജറ്റ് അവിടെയാണ്. അങ്ങോട്ടല്ലേ? അവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. അതൊരു 5-6 ഏക്കറില് പിന്നെ കുളങ്ങൾ 2-3 കുളമുള്ള സ്ഥലമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഇനി പിടിക്കാൻ നമ്മളെ കാക്ക. അപ്പൊ ഈ കിട്ടിയ മീനൊക്കെ നല്ല നല്ല മീനൊക്കെ ആദ്യം കിട്ടിയിരുന്നതിന് മീൻ്റെ കുളാട്. പക്ഷെ ഇപ്പൊ ഉപ്പുവെള്ളം കയറണം, മീന് വളരെ കമ്മിയാണ്. ഈ കിട്ടിയ മീനൊക്കെ ഇപ്പൊ നിങ്ങള് നമുക്ക് ഈ ഒരു വിൽപ്പന നമ്മൾ ഈ മീൻപിടുത്തം എന്നുള്ളൊരു ഞങ്ങളൊരു ട്രെൻഡാണ്. ഞങ്ങൾ മീൻ പിടിക്കുക എല്ലാ വർഷങ്ങളും കറക്റ്റായിട്ട് പിടിക്കുന്നതാണ്. ഞങ്ങൾക്ക് പിന്നെ മീൻ കിട്ടുമോ ഇല്ല എന്നല്ല, മീൻ ഉണ്ടോ നമുക്ക് അറിയില്ല. കുളം വറ്റിക്കുമ്പോൾ അതിനകത്ത് മീൻ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ എല്ലാ വർഷവും നമ്മൾ
ഇവിടുന്ന് പോകും. ഇത് പന്തള്, പിന്നെ കാളപൂട്ട്, മീൻപിടുത്തം, അതൊക്കെ പറഞ്ഞാല് നമ്മളൊരു ചെറിയ ലഹരി, ഒരു ഹോബി. അതെ അതെ, അതിന്റേതായ ഭാഗമായിട്ടാണ് പോണം. ഇതിന്മേ നമ്മള് ലാഭം നോക്കിയിട്ടല്ല, ഇതൊരു ഹോബിയാണ്. അതെ അതെ. ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല, കുളത്തിനകത്ത് എത്ര മീൻ ഉണ്ടാവും പറ്റില്ല. പക്ഷെ ഞങ്ങൾ അതിനകത്ത് പോയിട്ട് ഞങ്ങൾ വെനക്കണം, കിട്ടുമോ ചിലപ്പോൾ കുറവുണ്ടാവും, ചിലപ്പോൾ കൂടുതലുണ്ടാവും. അതെ, അതൊക്കെ ഓരോ വർഷം അങ്ങനെ പരാജയം ഉണ്ടാവലില്ല. അതുകൊണ്ടാണ് പിന്നെയും ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നയിപ്പിനുള്ളത് നോക്കാറുണ്ട്. മീൻ പിടുത്തം ഇതൊക്കെ ഞങ്ങളെ സ്പിരിറ്റല്ലേ. അതെ ഞങ്ങൾ പോകുന്നത് ഞങ്ങള് വൈബ് അങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോ ഏകദേശം ഇന്നത്തെ ഈ ഒരു പിടുത്തം കഴിഞ്ഞല്ലേ ഗൈസ്? അപ്പോൾ ഇപ്പോഴും 2-3 സുഹൃത്തുക്കൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അതായത് ഒരു മീൻ മേത്ത് തട്ടി കഴിഞ്ഞാൽ അതിനെ പിടിക്കാതെ കയറില്ല. അപ്പോൾ അങ്ങനെ അത്രയും മീൻ പിടുത്ത ഒരു ക്രൈസുള്ള ആൾക്കാരാണ് ഇപ്പോഴും അവിടെ കാണുന്നത്. എല്ലാവർക്കും ക്രൈസുള്ള ആൾക്കാരാണ്, പക്ഷെ അതിൽ തന്നെ കുറച്ച് കൂടുതൽ ക്രൈസുള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ ഏകദേശം മീൻ പിടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.